ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു വീഡിയോയിൽ ഞാൻ വരാൻ കാര്യം PYQ ടെക്നിക്കിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി, ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ക്ലാസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ക്ലാസ് അല്ല, പ്യുവർ മോട്ടിവേഷൻ. ടെക്നിക്ക് ഓഫ് എന്താണ് PYQ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ഉപയോഗം പറയാം. PYQ PSCയിൽ പഠിച്ച് സെറ്റായി നിലവിൽ റാങ്ക് ലിസ്റ്റിലോ ഷോർട്ട് ലിസ്റ്റുകളിലോ ഉൾപ്പെടാൻ പോകുന്നവരും അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും തുടർന്ന് പഠിക്കുന്നവർക്കും ഒരു ബിഗിനറായി PSCയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കും ഒരുപോലെ ഉപയോഗം ചെയ്യുന്ന കാര്യമാണ് PYQ എക്സ്പ്ലെയിൻഡ് സ്റ്റഡി. കാരണം ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഇപ്പം എന്താണ്, ഒരുപാട് നമ്മളിപ്പം ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റുകളിലും നിയമനം കുറവാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഡെസ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു ട്രൈ ആണ്. കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങ് നിർത്തും. അതാണ് പരിപാടി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് PYQൻ്റെ കാര്യം അത്യാവശ്യം കുറച്ച് അത്യാവശ്യം ഒരു എബോവ് ആവറേജ് കാര്യങ്ങൾ പഠിച്ച ഒരാൾക്ക് PYQ നോക്കി പോയാൽ മതി. തുടക്കക്കാരൻ, അപ്പം ഞാനും തുടങ്ങിയത് PYQ വെച്ചാണ്. PYQ വെച്ച് തന്നെയാണ് ഞാനും പഠിച്ചു തുടങ്ങിയത്. PYQ വെച്ച് തുടങ്ങിയാലുള്ള ഒരു ഉപയോഗം. അപ്പോൾ PYQ വെച്ച് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ PYQ ടെസ്റ്റ് പേപ്പറായിട്ട് ചെയ്ത് നോക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. 100 ക്വസ്റ്റ്യൻസ്, 32 പരീക്ഷ അല്ലെങ്കിൽ 30 പരീക്ഷ, 30,000 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സത്യം പറഞ്ഞാൽ റാങ്ക് ഫയലോളം കംപ്ലീറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു 60% റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു നിങ്ങളായിരിക്കുന്ന PYQൻ്റെ എക്സ്പ്ലനേഷൻ ബുക്ക് അല്ലെങ്കിൽ PYQ വെച്ച് നിങ്ങൾ സ്വയം റാങ്ക് ഫയലിൽ നിന്ന് കണ്ടെത്തി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഓരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. ഞാനിപ്പോൾ ചൈനീസ് വിപ്ലവത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3 തത്വങ്ങളല്ലേ, ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം. അതിൻ്റെ ചൈനീസ് വേർഡ് തന്നിട്ട് ചോദിച്ച് ആരെയാണെന്ന്, അത് സന്യാസൻ്റെയാണ്. അതിൽ മാവോ സേ തുങ്, കിയാൻ കൈഷക്ക്, 4ാമതൊരാളുണ്ടായിരുന്നു. ആ ആളെന്ന് പറഞ്ഞാൽ ഈ മാവോ സേ തുങ്ങിന് ശേഷമുള്ള ആളാണ്. ഡെങ്കിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പം അതാണ് ഇതിലെ പരിപാടി. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നാളെ ചിലപ്പോൾ PSC അതായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് എന്ന് പറഞ്ഞു വരും. അതിൻ്റെ ആൻസർ കീ ഡിലീറ്റഡ് ആയിരിക്കും. പക്ഷേ PSC ചോദിക്കുന്നത് ആ ഡിലീറ്റഡ് ആക്കിയത് ശരിയായിട്ട് കറക്റ്റ് ആക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം ഇതിലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഏറ്റവും വലിയ ഉപയോഗം, എല്ലാ പാർട്ടിലും ഉപയോഗം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പോയിന്റ് കണ്ടുപിടുത്തി പോവുക. അപ്പോൾ വേസ്റ്റ് പോയിന്റ് പഠിത്തം കുറയും. വേസ്റ്റ് പോയിന്റ് ഉള്ള പഠിത്തം കുറയും. ഇപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ വേറെ കിടന്ന് ടെൻഷൻ അടിക്കണ്ട. അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം പഠിച്ച് പോയാൽ മതി. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് 10 ക്വസ്റ്റ്യനായി കിട്ടും. 10 സിനോണിമും 10 ആൻറ്റോണിമും കിട്ടും. 10 ടെൻസ് ക്വസ്റ്റ്യൻ കിട്ടും. 10 സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആയില്ലേ. മലയാളം അങ്ങനെ തന്നെയാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാർക്ക് കൂട്ടി തുടങ്ങും. ഈ മലയാളത്തിലൊക്കെ ചില ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും അതിനെ പെട്ടെന്ന് എന്നിങ്ങനെ ശരിയായിട്ട് എഴുതാം. പെട്ടെന്ന്, അസ്തമയം, അതെ അസ്തമയം, സാമ്രാട്ടാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10-20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് റാങ്ക് ഫയൽ ടോപ്പിക്കൊക്കെ എടുത്ത് നിങ്ങൾ പറഞ്ഞാൽ വായിക്കുമ്പോൾ ഇതിലുള്ള 60%-70% കാര്യം എനിക്കറിയാം എന്ന് തോന്നൽ വരും. അപ്പോൾ ഒരു ബോറടി മാറും. ഒരേ സമയം PYQ വർക്ക് ചെയ്യുമ്പോഴുള്ള ഉപയോഗം, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ചരിത്രം, അടുത്ത 5 ക്വസ്റ്റ്യൻ ജോഗ്രഫി, അടുത്ത 5 ക്വസ്റ്റ്യൻ എക്കണോമിക്സ്, അടുത്തത് ഹിസ്റ്ററി, ഏതാണ് മറ്റേ ഭരണഘടന, സ്പോർട്സ്, ലിറ്ററേച്ചർ, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സ്പെഷ്യൽ ടോപ്പിക്, അങ്ങനെ പോകും. ബോറടി കുറയും. ഒരേ ദിവസം ഒരുപാട് ടോപ്പിക്ക് നീങ്ങിപ്പോകും. എക്സാമ്പിൾ, നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ടെലിഗ്രാമിലൊക്കെ പറയുന്ന കാര്യം, നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഭരണഘടനയുടെ 13 ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു 2024 തന്നെ ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക്. അതിൽ 5-6 മാർക്കേ ഭരണഘടനയ്ക്കുള്ളൂ. പക്ഷേ 13 ക്വസ്റ്റ്യൻസ് വന്നു. തുടക്കം ആമുഖത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ, മൗലികാവകാശത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ, മൗലിക കടമ, നിർദ്ദേശക തത്വം, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, പഞ്ചായത്ത് രാജ്, ഭേദഗതി, ലിസ്റ്റ്. അപ്പം തന്നെ ആ ഭരണഘടനയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാ പോയിന്റും നമ്മൾ പഠിക്കണില്ല എന്നെങ്കിൽ പോലും
നിർദ്ദേശകത്വങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്ലനേഷനിൽ മൊത്തമുണ്ട്. 37ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് പഠിക്കുക, നല്ലൊരു ഉപയോഗമാണ് അങ്ങനെ പഠിക്കുന്നത്. പിന്നെ പറയാനുള്ളത് റാങ്ക് ഫെയിൽ ടോപ്പിക്ക് നോക്കണം. അപ്പോൾ ഇതൊന്ന് നോക്കി സെറ്റായിട്ട് അതിലോട്ട് പോയാൽ ബിഗിനറിന് ഉപയോഗമാണ്. ഇപ്പോൾ പഠിച്ച് സെറ്റായാൽ പിന്നെ റാങ്ക് ഫെയിൽ കൃത്യമായിട്ട് പഠിക്കണ്ട. ഇത് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. അതാണ് ഉപയോഗം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാം, ഒരു ബോറടിയൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ. ഇത് നല്ല ടെക്നിക്കാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഫസ്റ്റ് കമൻറ്റിൽ കാണും. മെസ്സേജ് അയക്കാം. ക്ലാസ്സുകൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സുകൾ പറഞ്ഞു തരുന്നതായിരിക്കും പേഴ്സണലി. എല്ലാവരും മെസ്സേജ് അയക്കുക, വിളിക്കണ്ട കേട്ടോ. വിളിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അതിൽ വാട്സാപ്പ് കോൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് കയറി കിടന്ന് അങ്ങനെ ഒന്ന് വിളിക്കുക, ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരുപാട് കോൾ വരും, അപ്പം പിന്നെ പാടാണ്, എടുക്കാൻ പറ്റില്ല. ഒരാളുടെ മാത്രം സംസാരിക്കുന്നു എന്നൊരു പരാതി വരും, അങ്ങനെയുള്ള കമൻറ്റുകൾ വരും. വയ്യ, പറ്റുന്ന മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആരും റോങ്ങായ രീതിയിൽ പഠിച്ച് ഇതിൽ അവസാന റാങ്കുകളിലൊക്കെ ആയിപ്പോയി പിന്നെ കിട്ടാതെ പോയി അങ്ങനെ മടുത്ത് പോകുന്ന സിറ്റുവേഷനിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിജയിക്കണം. പറ്റാതെയൊന്നുമില്ല. എക്സൈസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, 2019 റാങ്ക് ലിസ്റ്റിൽ 59ാം റാങ്കുകാരൻ ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്. KP 2ാം റാങ്ക് ഷോർട്ട് വീഡിയോയിൽ ഞങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 59ാം റാങ്കുകാരൻ ഇപ്പോഴത്തെ ലിസ്റ്റിൽ 2ാം റാങ്കാണ്. എന്നിട്ട് 2 പോലീസ് പരീക്ഷ കടന്നുപോയി. എക്സൈസിലും ഉണ്ട് ഇപ്പോഴത്തെ 11ാം റാങ്കൊക്കെ. അപ്പം വീണ്ടും ട്രൈ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും ആദ്യത്തെ എഴുതുന്ന പരീക്ഷയിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുന്നവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. ട്രൈ ഹാർഡ്. കിട്ടും, ലാസ്റ്റ് നമ്മൾ വിജയിക്കും. മറ്റേ ആ സിനിമയിൽ പറയൂലേ, ഇന്ദ്രൻസ് പറയൂലേ, ആദ്യം അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും, പിന്നെ കളിയാക്കും, അവസാനമായിരിക്കും നിങ്ങളുടെ വിജയം. പവറാക്കാൻ ശ്രമിക്കുക, പവറാവും. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞാൻ അത് ആലോചിച്ച് വച്ചിരുന്നതാണ്, ഇപ്പോൾ പറയാം. ആലോചിച്ചോളൂ, അത് എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്നാലും ഞാൻ പറയാം. ഒത്തിരി നിങ്ങൾ ഡൗണൊക്കെ ആയിരിക്കുമ്പം കുറച്ച് മോട്ടിവേഷനുള്ള സിനിമകളൊക്കെ കാണണം. ഡൗണായി പോകരുത്. ഡൗണായി പോകാതെ ഇരിക്കുക, അതാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ നമ്മൾ ഇതിലൊന്ന് സപ്പോർട്ട് ചെയ്തോളാം. പിന്നെ നമ്മളെ കൂട്ടുകാരെ അഡ്മിൻ വരും കേട്ടോ. പിന്നെ വേണ്ട അടുത്ത വീഡിയോ. പുള്ളി ഡ്രൈവറിൻ്റെ അതിതീവ്രമായ ജോലിയിലും പഠനത്തിലുമാണ്. പിന്നെ പുള്ളിക്ക് ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു ഇത് ആയി തുടങ്ങിയില്ല. ആ വീഡിയോ കാണാൻ പറയാലോ, ഒരു പരിഭ്രമം ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിനി എന്തായാലും 2-3 മാസം ഫ്രീ ആയിട്ട് കാണും, അതുകൊണ്ട് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്തായാലും ഇത്തവണത്തെ പോലീസ് പരീക്ഷ, ഡ്രൈവർ പരീക്ഷ വരെ ഞാനും കാണും കൂടെ. ഓക്കെ, അപ്പം നല്ലപോലെ പഠിക്ക്. കൂടെ പഠിക്കാൻ റെഡിയാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.